Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ടാണ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് പഠിച്ച് കംപ്ലീറ്റ് ആവാൻ എത്ര മന്താണ് ഏകദേശം എടുക്കുക, ഇത് പഠിച്ചാൽ ഇന്ന കാലത്ത് സ്കോപ്പ് ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെറീഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേതെന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. സോ നമ്പർ കൂടെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. അപ്പം നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസ് ആളുകൾക്ക് പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ വിറ്റഴിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ത്രൂ ചെയ്യുന്ന ബിസിനസ് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചില സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ നോക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ചില പ്രൊഡക്റ്റിനെ കാണിച്ചു തരും അല്ലേ, ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തു, 100% റിസൾട്ടാണ്, ഇങ്ങനെ പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തമായ ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഇതൊരു ബിഗിനർ ലെവൽ ജോബാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ജോലിയായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പോൾ എന്താണ് ഈ ഒരു ജോലി നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് സോഷ്യൽ മീഡിയനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വർക്കാണ്. അതായത് കൃത്യമായിട്ട് പോസ്റ്റ്, വീഡിയോസ്, നമുക്ക് എന്തെങ്കിലും ആഡ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാം ചെയ്ത് കൃത്യമായ ടൈമിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു മെത്തേഡിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന വർക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു സോഷ്യൽ മീഡിയനെ കറക്റ്റായി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നെക്സ്റ്റ് ജോബാണ് സോഷ്യൽ മീഡിയ മാനേജർ. നമുക്ക് മാനേജറിന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ സോഷ്യൽ മീഡിയ മാനേജർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ ആ ഒരു വർക്ക് ചെയ്യുന്നത് അത് കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്ന വ്യക്തിനെയാണ് സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയാം. ദാറ്റ് മീൻസ് എന്തൊക്കെയായിരിക്കും, നമ്മൾ കണ്ടന്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും, ഇത് ഏത് ടൈമിൽ പോസ്റ്റ് ചെയ്യണം, ഇതെങ്ങനെയൊക്കെയാണ് ഓഡിയൻസിനെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യുന്നത്, അപ്പോൾ ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയാം. അതായത് സോഷ്യൽ മീഡിയനെ കൃത്യമായി ഹാൻഡിൽ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. നെക്സ്റ്റ് ആണ് SEO സ്പെഷ്യലിസ്റ്റ്. ഈ SEO സ്പെഷ്യലിസ്റ്റ് കുറച്ചും കൂടെ ഹൈ സാലറി കിട്ടുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ, ആ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ലിങ്ക് കൊടുക്കുന്ന വ്യക്തികളാണ് SEO സ്പെഷ്യലിസ്റ്റ്. അതായത് നമുക്കറിയാം, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സൈഡ് ലിങ്ക് കൊടുക്കും അല്ലേ, ഈ ഒരു ലിങ്കിൽ കയറി നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് SEO സ്പെഷ്യലിസ്റ്റ്. നെക്സ്റ്റ് ജോബാണ് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബർ. ഇത് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം തന്നെയാണ്. അതായത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ അവരവരുടേതായ കണ്ടന്റിൽ വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊരു മെസ്സേജോ മറ്റു കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയും, ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കണം, സോ എന്ത് കണ്ടന്റ് ചെയ്യണം ചോദിക്കും. അപ്പോൾ നമ്മളാണ് സജസ്റ്റ് ചെയ്യുക, ഈ ഒരു കണ്ടന്റ് ചെയ്താൽ കുറച്ചും കൂടി ഫെയിം ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടി റീച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന വ്യക്തികളെയാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ എന്തിലാണ് നോക്കാറുള്ളത്, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ആണ് ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ PPC എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പെയ്ഡ് ആഡ്സ് ഉണ്ട് അല്ലേ, നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ തന്നെ ഒരു ആഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഡൊക്കെ ചെയ്യുന്ന, ആഡെന്ന് വെച്ചാൽ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ PPC എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു സംഭവത്തിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ലെവലിലേക്ക് എത്തണം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടെയൊക്കെ ആഡായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് തന്നെ നോക്കിയാൽ അറിയാം, നമ്മൾ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ എന്ത് വരും, ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇതൊന്നുമില്ല, ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികളെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന്
പറയുന്നത്. നെക്സ്റ്റ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റർ. അഫിലിയേറ്റ് നമുക്ക് മോസ്റ്റ് ഫെമിലിയർ വേർഡാണ് അല്ലേ. നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ, ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ സൈഡ് തന്നെ എന്തെങ്കിലും ഒരു സാധനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അഫിലിയേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യണം. അത് നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, വേറൊരാളുടെ പ്രൊഡക്റ്റാണ്, അത് നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ഇട്ടും. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് എത്ര പേര് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു അതിനനുസരിച്ച് ഒരു ചെറിയ കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവർ നമുക്ക് തരാൻ പറഞ്ഞ കമ്മീഷനും കംപ്ലീറ്റ്ലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഫ്രീലാൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്വതന്ത്രമായി ചെയ്യുന്ന ബിസിനസ്സാണ് കേട്ടോ. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് നമ്മുടെ ഓൺ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപ്പബിൾ ആവുമെന്നാണ് പറയാം. അതായത് നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടി നല്ല ലെവലിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുക. ഇതാണ് നമ്മുടെ ഫ്രീലാൻസർ അഥവാ സ്വതന്ത്രമായി നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ. അതായത് നമ്മൾ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ആയി, നമുക്ക് നല്ല രീതിക്ക് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടി ആ ഒരു ടീമിനെയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് പറ്റിയൊരു ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ. ഇവിടെ മെയിനായിട്ട് നമുക്ക് നല്ല സാലറി ആയിരിക്കും ഈ ഒരു സെക്ടറിൽ കിട്ടുന്നുണ്ടാവുക. കാരണം എന്താണ്, നമ്മൾ കുറച്ചും കൂടി നല്ല എക്സ്പേർട്ട് ആയില്ലേ, സോ അതിനനുസരിച്ചുള്ള ഒരു ഇൻകം നമുക്ക് ഇവിടെ കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻകം ഏകദേശം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലാക്കുകളോളം കിട്ടാവുന്ന ഒരു നല്ല സെക്ടറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഓൺ ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ദെൻ ഓൺലൈനിലിട്ട് നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ബിക്കോസ് എന്തിനാണ്, നമുക്ക് പ്രോഫിറ്റ് വേണം. നമുക്കറിയാം, നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുമ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും നമുക്ക് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം റീച്ച് കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഓൺ ബിസിനസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി ലെവൽ ഏകദേശം എങ്ങനെയായിരിക്കും പോവുക എന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രഷർ ആണെന്ന് വിചാരിക്കുക, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, സോ നമ്മൾ ഫ്രഷറാണ്, ആദ്യമായിട്ട് കയറാനായിട്ട് പോവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 15,000 മുതൽ 25,000 രൂപ വരെ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, നമ്മുടെ സ്കില്ലും കാര്യങ്ങളും ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഇതിനനുസരിച്ച് കൂടുന്നതായിരിക്കും. അല്ല നമുക്ക് വേണ്ട, നമ്മൾ ഫ്രഷറാണ്, അത്യാവശ്യം നോളജൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 15,000 തൊട്ട് 25,000 വരെ കിട്ടുന്നൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി 1 ഇയർ അല്ലെങ്കിൽ 3 ഇയേഴ്സ് വരെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 25,000 മുതൽ 50,000 വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്പെഷ്യലി ഈ ഒരു സെക്ടറിൽ വരുന്നത് SEO സ്പെഷ്യലിസ്റ്റ്, ആഡ്സ് എക്സ്പേർട്ട്, കണ്ടന്റ് മാനേജർ. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്നൊരു സാലറിയാണ് 50,000 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ലെവൽ കൂടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നോക്കാം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു സെക്ടറിൽ ജോബിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ വൈഡാണ് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു ജോലി തന്നെയാണ്. നെക്സ്റ്റ് ഹൈ ഇൻകം ഗ്രോത്ത് ആണ്. നമ്മുടെ ഇൻകത്തിൻ്റെ വളർച്ച വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ദെൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ കൂടി നോക്കുക. അപ്പോൾ ആദ്യം കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻകം ഉണ്ടാവും, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ ഇടുമ്പോൾ അതിൽ നിന്നും ഇൻകം ഉണ്ടാവും. സോ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവാൻ പറ്റിയൊരു ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് എപ്പോഴും പോകണമെന്നില്ല, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ടും ഈ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഫ്രീലാൻസിങ് ഇൻകം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മളൊരു ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക, നമുക്ക് അവിടെ സ്വതന്ത്രമായിട്ട് സാലറി ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സാലറി ഉണ്ടാവും. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ സെല് ചെയ്താൽ അതിൽ നിന്നും ഇൻകം ഉണ്ടാവും. സോ നമ്മുടെ ഇൻകം ലെവൽ എന്ന് പറയുന്നത് സ്വതന്ത്രപരമായി തന്നെ കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ദെൻ യൂട്യൂബ് ആൻഡ് സോഷ്യൽ മീഡിയ ഗ്രോത്ത്. അതായത് നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി അവിടെ നിന്നൊക്കെ ഇൻകം മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് നമ്മളൊരു ബിസിനസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമുക്കറിയാം അല്ലേ, ഓൺലൈനിലാണ് നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. സോ നമ്മുടെ പ്രൊഡക്റ്റ് ആ ഫോട്ടോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഇടുകയാണ്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
നെക്സ്റ്റ് ആണ് ഹൈ ഡിമാൻഡ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് എല്ലാ ബിസിനസ്സിനും ആവശ്യം എന്താണ്? കുറച്ചും കൂടി നല്ല സ്കില്ലുള്ള വ്യക്തികളെയാണ് അല്ലേ. സോ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തൊരു പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആയിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് പോവുക. കാരണം അവർക്കറിയാം ഇത് ഏത് സമയത്ത് ഇടണം, ഇത് എത്ര പ്രൊഡക്റ്റിന് എത്ര രൂപ വെച്ച് ഇടണം, ഇത് ഏത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് കുറച്ചും കൂടി വർക്ക് ആവുക. അപ്പോൾ അതൊക്കെ നോക്കി ഭയങ്കര സ്കിൽ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ആ ഒരു പ്രൊഡക്റ്റ് ലിങ്കോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമുക്ക് ഇൻകം ഉണ്ടാക്കാം, അതേസമയം തന്നെ നമുക്കൊരു കമ്പനി പോയിട്ട് ഇൻകം ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി മാനേജ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സസ്, അതായത് നമ്മുടെ ഇൻകം നേടാനുള്ള മൾട്ടിപ്പിൾ ചോയ്സസ് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നതാണ് കോഴ്സ് ഡ്യൂറേഷൻ, അഥവാ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയപരിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നാച്ചുറലി പറയുകയാണെങ്കിൽ ഇതൊരു ഷോർട്ട് ടേം കോഴ്സാണ് കേട്ടോ. വേഗത്തിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് 1 to 3 month കോഴ്സാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബേസിക് സ്കില്ലായിരിക്കും. എക്സാമ്പിളായിട്ട് സോഷ്യൽ മീഡിയ ബേസിക്, SEO നമ്മൾ പറഞ്ഞു അല്ലേ, SEO സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജോബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക്സ്, കണ്ടന്റ് ക്രിയേഷൻ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് പഠിക്കുന്നുണ്ടാവുക. ഇതൊരു ബേസിക് സ്കിൽ ലെവലിലുള്ള കോഴ്സാണ് കേട്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ 3 മാസമാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗിനേഴ്സ് ലെവലിലേക്കുള്ള ജോബായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 15,000 തൊട്ട് 20,000 അല്ലെങ്കിൽ 25,000 വരെ കിട്ടാവുന്ന ചാൻസാണ് ഈ 1 to 3 month നിങ്ങൾക്ക് പഠിച്ചാൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ദെൻ ഡിപ്ലോമ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോഴ്സ്, അതായത് ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തന്നെയാണ്, പക്ഷെ ഞാൻ ഡ്യൂറേഷൻ ബേസിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മാസം മുതൽ 6 മാസം വരെ, അതായത് 3 മാസം കഴിയും, എന്തായാലും 6 മാസത്തിൻ്റെ ഉള്ളിൽ കവർ ആവുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്നത് SEO, ആഡ്സ്, അനലറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ലെവലായിരിക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമല്ല പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൂടെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കോഴ്സ്, അതായത് 6 മാസം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സെക്ടർ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു വ്യക്തിയാവുന്നതാണ് ഇതിനർത്ഥം. ഇനി ലാസ്റ്റ് ആണ് പ്രൊഫഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ 6 മാസം തൊട്ട് ഏകദേശം 1 വർഷം വരെ എടുക്കാവുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ. അപ്പോൾ ഈ ഒരു 1 വർഷം വരെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഡീപ്പ് ലേണിംഗ് ആയിരിക്കും. അത് മാത്രമല്ല SEOൻ്റെ അഡ്വാൻസ്ഡ് ആണ്, ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്ന ലെവലാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ കുറച്ചും കൂടി ഹൈ പൊസിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 6 മാസം തൊട്ട് 10 മാസം അല്ലെങ്കിൽ 12 മാസം വരെയുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കരിയറിനെ തന്നെ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിലായിരിക്കും ഈ ഒരു കോഴ്സ് ഉണ്ടാവുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ തരം ജോബാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്. നമുക്ക് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം. അതായത് ഇൻസ്റ്റഗ്രാം എങ്ങനെയൊക്കെയാണ്, ഫേസ്ബുക്ക് പേജസ് എങ്ങനെ മാനേജ് ചെയ്യണം, റീൽസും കാര്യങ്ങളൊക്കെ എപ്പോൾ അപ്ലോഡ് ചെയ്യണം, എപ്പോൾ പോസ്റ്റ് ചെയ്യണം, കമൻറ്റ്സ് മെസ്സേജിനൊക്കെ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റിപ്ലൈ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വർക്ക്സാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെക്ടർ അഥവാ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് SEO വർക്ക് എന്ന് പറയുന്നത്. അതായത് ഗൂഗിള്, യൂട്യൂബിലൊക്കെ ഒരുപാട് റാങ്ക് ഒപ്റ്റിമൈസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ എല്ലാ വീഡിയോസും കയറുന്നില്ല, ചില വീഡിയോസ് നന്നായിട്ട് കയറും, ചിലത് കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് SEO വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോസ് നമ്മൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റേഴ്സ് സ്വന്തമായി ഉണ്ടാക്കുക, നമുക്ക് ആവശ്യമുള്ള നോട്ട്സ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിട്ട് ഈ ഒരു സെക്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് തംബ്നെയിൽ ഉണ്ട് അല്ലേ. നമ്മുടെ യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ വരുന്ന സാധനമാണ് ഈ തംബ്നെയിൽ. അപ്പോൾ തംബ്നെയിൽ കണ്ട് അട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തംബ്നെയിലൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യണം. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജോബിന് പോകുമ്പോൾ യൂസ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ആഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റൺ ചെയ്യണം. അതായത് നമുക്കറിയാമല്ലേ ഓരോ വീഡിയോയിൽ ഏത് ആഡ് കൊടുക്കണം, ഏത് സമയത്താണ് ഈ ആഡ് വരേണ്ടത്, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആഡ്സ് റൺ ചെയ്യാൻ കൂടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് നമുക്ക് പെർഫോമൽ അനലൈസിസ് കൂടെ ഉണ്ടാവണം കേട്ടോ. അതായത് നമ്മുടെ വ്യൂവേഴ്സിനെ റീച്ച് ആക്കണം അല്ലേ. നമ്മുടെ വീഡിയോ റീച്ച് ആയാൽ മാത്രമേ വ്യൂവേഴ്സ് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ വാച്ച് ടൈം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വാച്ച് ടൈം ഇൻക്രീസ് ആവുന്നുണ്ടോ, ഡിക്രീസ് ആവുന്നുണ്ടോ, നമ്മുടെ കണ്ടന്റ് എല്ലാവരിലേക്ക് എത്തുന്നുണ്ടോ, അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാൻ നമുക്ക് അറിയണം.
അറിയണം. അതുപോലെ തന്നെ വാട്സപ്പ് മാർക്കറ്റിംഗ് കൂടെ അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ട്, അതിനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഓരോ സംഭവങ്ങൾ ഇടുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാലുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയണമെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് അധികം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കോഴ്സ് അഥവാ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.